കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിഹ എന്ന്. പ്രിയ ദൈവമക്കളെ, നാം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ആയതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം, അത് സംഭവിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതിന് നാം കുറേ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ തിമത്യോസിന് വേണ്ടിയിട്ട് പൗലോസ് എഴുതുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതൊരു വ്യക്തിയിൽ കൂടെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ കൂടെ അത് വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ 2-ാമത്തെ വാക്യം തൊട്ട് 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്: മനുഷ്യർ സ്നേഹികളും ദ്രവ്യാഗികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്കന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഹളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ കുറേ സ്വഭാവങ്ങളുള്ളവരെ അവരെ വിട്ടൊഴിഞ്ഞ് ജീവിക്കണം എന്ന്. അപ്പോൾ ഈ സമൂഹത്തിൽ വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നാം ഈ വായിച്ച ആ സ്വഭാവ ദൂഷ്യങ്ങൾ ഇന്ന് കുടുംബങ്ങളിലും കാണാം, സമൂഹത്തിൽ കാണാം, വ്യക്തി ജീവിതങ്ങളുടെ കാണാം, സഭയിൽ കൂടെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരെ നാം കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം പറയുകയാണ്, ഈ ദുർഘട സമയത്തിലേക്ക് ഈ ലോകം എത്തിക്കഴിഞ്ഞു എന്നാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ദൈവ പൈതൽ എങ്ങനെ ഇരിക്കണം എന്ന് തിമത്യോസിന് പറയും പോലെ ഇന്ന് പൗലോസ് നമ്മോടും പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുക എന്ന്. അങ്ങനെ വെച്ചാൽ സമൂഹത്തിൽ അവരെ നമുക്ക് തള്ളി വയ്ക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അവരുടെ സ്വഭാവം നമ്മുടെ മേൽ വരാതെ, അല്ലെങ്കിൽ അവരെപ്പോലെ നാം പ്രവർത്തിക്കാതെ നാം സമാധാനം എടുക്കുവാൻ നമുക്കൊണ്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പാപങ്ങൾ ആ ഒരു വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ കുടുംബത്തിലായാലും ഒരു വ്യക്തിയുടെ ഒരു തനിപ്പെട്ട ഒരു ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും സമാധാനം ഇല്ലാതെ സന്തോഷമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ഭക്തി ഇല്ലാത്തവരായി നടക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന്. എല്ലാവരും ഭക്തി ഉണ്ടെന്ന് നടിക്കും, പക്ഷേ തൻ്റെ സ്വഭാവങ്ങൾ അടുത്തുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ സഹിക്കുവാനോ കഴിയാത്ത ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. അപ്പോഴെൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് സഭയും അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അധികമായി തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം ഒരു ദൈവ പൈതലായിരിക്കുന്ന നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അധികമായി പ്രാർത്ഥനയിൽ നാം പങ്കെടുക്കുക, പ്രാർത്ഥനയിൽ നാം സഭയെ, കുടുംബത്തെ പരമേൽപ്പിക്കുക, ദിനംപ്രതി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ നാം അടുത്തവരെ പഠിപ്പിക്കുക, നാം ജീവിച്ച് കാണിക്കുക. അതല്ലാതെ ഇതിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. അങ്ങനെ ഒരു നല്ലൊരു ജീവിതം ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ ഈ ലോകത്തെ നേടുവാനുള്ള കൃപ ദൈവം എനിക്കും നിങ്ങൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, അന്ത്യകാലത്തിൽ ദുർഘട സമയങ്ങൾ പെരുകി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ അങ്ങയുടെ വചനം പറയുമ്പോൾ കർത്താവേ, ഈ വർദ്ധിച്ചു വരുന്ന കർത്താവേ ദുർഘട സ്വഭാവങ്ങൾ, കർത്താവേ, മനുഷ്യ സ്നേഹമില്ലാതെ കർത്താവേ സ്വസേനികളായി, കർത്താവേ സ്വാർത്ഥരായി, തന്നിഷ്ടക്കാരായി, വീമ്പുകാരായി, ദൈവമേ തനിക്കിഷ്ടമുള്ളതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ കർത്താവേ വചനത്തിനനുസരിച്ച് പാവ വഴികളെ വിട്ടുവിലക്കി ഓടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ വരവിലേക്ക് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.